അങ്ങനെ ഇതാ റൂമറ്റോളജിയുടെ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കൊട്ടിയത്തുള്ള മെഡിസിറ്റിയിൽ വന്നതാണ് കേട്ടോ. ഭയങ്കര വെയിലായിരുന്നു. ഉച്ചയോട് കൂടി നമ്മൾ അവിടെ എത്തിയത്. നമ്മുടെ വീഡിയോസ് കാണുന്നതായിരുന്നു കേട്ടോ മിക്കവരും തന്നെ. അപ്പോൾ നമ്മുടെ സെക്യൂരിറ്റി നമുക്ക് വീൽ ചെയറൊക്കെ ഏർപ്പാടാക്കി തന്ന്. പിന്നെ നമ്മൾ ലിഫ്റ്റിൽ 3-ാമത്തെ നിലയിലായിരുന്നു റൂമറ്റോളജിയുടെ ആ ഒരു ഏരിയ. അപ്പോഴത്തേനും നമ്മൾ വീൽ ചെയറിൽ തന്നെ കൊണ്ടുപോയി. വീൽ ചെയർ അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഈ ഒരു ഏരിയയിലാണ് കേട്ടോ റൂമറ്റോളജിയുടെ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇപ്പം നമ്മൾ കയറാൻ പോകുന്നത് റൂമറ്റോളജിയുടെ റിസപ്ഷൻ ഏരിയ ആണ്. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത ഫോൺ നമ്പറും പേരൊക്കെ ഇവിടെ പറഞ്ഞു കൊടുക്കണേ. അപ്പോൾ അത് എഴുതിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഒരു ഫീസ് ഇവിടെ അടയ്ക്കണേ. അതിനുശേഷം അവിടെ നിന്ന് റെസിപ്റ്റ് നമുക്ക് തരിക. അത് തന്നതിന് ശേഷം ടീച്ചർ സിസ്റ്ററെ കണ്ടിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്ന് വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. 37 ടോക്കൺ കിട്ടിയത്. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം തൊട്ടടുത്ത് തന്നെ ഡോക്ടർ റൂമുണ്ട്. അവിടെ നമ്മൾ വെയിറ്റ് ചെയ്ത് ഡോക്ടറെ കണ്ടായിരുന്നു. ഡോക്ടർ അശ്വിൻ എന്നായിരുന്നു ഡോക്ടറിൻ്റെ പേര്. അതിനുശേഷം ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളുള്ളതുകൊണ്ട് നമ്മൾ ലാബിലേക്ക് പോകാനായിട്ട് താഴത്തെ ഫ്ലോറിലേക്ക് പോയി. അവിടെ ചെന്ന് ലിഫ്റ്റിൽ നമ്മൾക്ക് ആ പരിചയമുള്ളൊരു വീഡിയോ കാണുന്ന ആളായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഒരുപാട് പേരെ അങ്ങനെ കണ്ടുമുട്ടിയിട്ടുണ്ട്. നല്ല സ്റ്റാഫുകളായിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ ഇടപെട്ടു കേട്ടോ. അങ്ങനെ ലാബിലെത്തി ബ്ലഡ് കൊടുത്തു. നമുക്കിനി 27-ാം തീയതി ചെല്ലാനാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അപ്പോഴത്തേനാണ് റിസൾട്ട് കിട്ടത്തുള്ളൂ. ഒരുപാട് ടെസ്റ്റും കാര്യങ്ങളും ഉണ്ട്. അപ്പം ലേറ്റ് ആകുമെന്ന് പറഞ്ഞു റിസൾട്ട് കിട്ടാനായിട്ട്. അപ്പോൾ പിന്നെ എന്നതാ താഴെ ഫ്ലോറിൻ്റെ അവിടെ കസേരയിൽ ഞാൻ ഇരുന്നിട്ട് വീൽ ചെയർ തിരികെ കൊണ്ടുപോയി. അപ്പോഴത്തേനും ഇച്ചാന്താ ഫാർമസി പോയി എനിക്ക് മേടിക്കാനുള്ള മരുന്ന് മേടിച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുവാണ് കേട്ടോ. ഇതിലൂടെയെങ്കിലും ഈ ഒരു ട്രീറ്റ്മെൻറ്റിലൂടെയും എങ്കിലും എൻ്റെ അസുഖം വേദനയും കുറയണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. നിങ്ങളെല്ലാവരും വേണ്ടി പ്രാർത്ഥിക്കണേ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാവേ. ബൈ.